നമുക്കിന്ന് കുറച്ച് ബെറീസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ കണ്ടാലോ? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാട്ടോ. അപ്പോൾ അവർക്ക് ഒരുപാട് പറമ്പുണ്ട്. ആ പറമ്പിലാണെങ്കിൽ ഒരുപാട് ബെറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും എല്ലാം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് ഇതാണ് കേട്ടോ, ബ്ലാക്ക് കറൻറ്റ്. ഇത് കണ്ടില്ലേ, ഒരുപാട് ബ്ലാക്ക് കറൻറ്റ് ഉണ്ടായിരുന്നു. അവൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അവൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കണത് ഇത് കണ്ടില്ലേ, ഇതാണ് ഗൂസ്ബെറി, അതായത് നമ്മുടെ നെല്ലിക്കയില്ലേ, ആ സെയിം സംഭവം കേട്ടോ ഇത്. പക്ഷെ നമ്മുടെ ടൈപ്പ് നെല്ലിക്കയല്ല ഇത്. മറ്റേ മുന്തിരിയില്ലേ, മുന്തിരിയൊക്കെ പോലെ നമുക്കിത് കഴിക്കുമ്പോൾ തോന്നുന്നത്. നമ്മുടെ പോലെ ഇച്ചിരി ഹാർഡായിട്ടുള്ള സംഭവം, ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇത് ഈ കാണുന്നത്. നല്ല ഇച്ചിരൂടെ വലുതാണ്, ഇച്ചിരൂടെ നല്ല കളറും ഉണ്ട്. മറ്റേതിനെ അപേക്ഷിച്ചിട്ട് നല്ല റെഡ് കളർ വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്, ഇച്ചിരി വലിയ മുന്തിരി കഴിക്കുന്ന പോലെയാണ് ടേസ്റ്റ്. പക്ഷേ നല്ല മധുരം കേട്ടോ ഇതിന്. പിന്നെ നമ്മളിതേ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? തൊപ്പിയൊക്കെ ഇട്ട് മൂടി വെച്ചേക്കണം അവർ. ഇത് നമ്മുടെ ബ്ലൂബെറി ആട്ടോ. വീട്ടിൽ വളരുന്ന ബ്ലൂബെറി ആയിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ കൂടുതലും കാട്ടിലുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ, കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ഇച്ചിരൂടെ വലുതാണ്. അകത്ത് വെള്ള ഭാഗമാട്ടോ. നമ്മുടെ കാട്ടിലുണ്ടാകുന്നതിൻ്റെ അകത്ത് നല്ല പിങ്കിഷ് കളറാണ്, ഒരു വയലറ്റ് പോലത്തെ കളറൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അകം വെള്ള കളറാണ്. പക്ഷേ എനിക്ക് ഇച്ചിരൂടെ ഇഷ്ടപ്പെട്ടത് കാട്ടിൽ തന്നെയാട്ടോ. ഇതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ടേസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഗൂസ്ബെറി തന്നെ പച്ച കളറിലുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിന് ഞാൻ ആദ്യം വിചാരിച്ച് പുളിയും ഇതൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് നല്ല മധുരം ഉള്ളതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാധനം കഴിക്കാനായിട്ട്. അവളാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് എന്തൊക്കെ ടൈപ്പാണ്, എങ്ങനെയാണ്, എന്താണ്, എല്ലാം പറിച്ച് തിന്ന്, നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഏത് പറിക്കണം ഏത് തിന്നണമെന്ന് കൺഫ്യൂഷനായിരുന്നു സത്യത്തിൽ അവിടെ ചെന്നപ്പം. ഈ കാണുന്നതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊരു ചെത്തിക്കായില്ലേ, അതുപോലെയൊക്കെ ഉള്ള സാധനം കേട്ടോ. ടേസ്റ്റും അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ മരം എന്താണെന്ന് വെച്ചാൽ പ്ലം ഇല്ലേ, പ്ലമ്മിൻ്റെ മരമാണ്. പ്ലമ്മിൻ്റെ കായൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് 1-2 കിളുത്തിട്ടേ ഉള്ളൂ. ശരിക്കും അത് പഴുക്കാനൊക്കെ ഇച്ചിരൂടെ സമയം എടുക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന ട്രീ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേഴില്ലേ, അതിൻ്റെ ട്രീ ആണ്. അതിൻ്റെ അകത്ത് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഇതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ആപ്പിളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മുടെ വലിയ ആപ്പിൾ മരം ആകുന്ന ടൈപ്പല്ല, ചെറിയ തൈയാണ്. അതിൻ്റെ അകത്ത് മൊത്തം ആപ്പിൾ അത്യാവശ്യം വലുതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പറമ്പിൽ നിൽക്കുന്ന അല്ലാണ്ട് വലിയ മരത്തിലൊക്കെ ഇത് കണ്ടില്ലേ, പൊട്ട ആപ്പിളാണ്. അതിനൊക്കെ ഇച്ചിരിയും കൂടെ ടൈം എടുക്കും ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്ലാവും മാവും ഒക്കെ നിൽക്കുന്ന പോലെ കേട്ടോ ഇവിടെ ആപ്പിൾ ട്രീയും അതുപോലെ പേഴും പ്ലമ്മും ഒക്കെ നിൽക്കുന്നത്. പിന്നെ അത് ലാസ്റ്റായിട്ട് നമ്മൾ കണ്ട സാധനമാണ് ഈ റെഡ് കറൻറ്റ്. ഇതിനാണ് നല്ല പുളിയായിരുന്നു കേട്ടോ. അവർ മൊത്തത്തിൽ വലയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നിർത്തിയേക്കുമായിരുന്നു. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സെറ്റപ്പ് പുളിയായിരുന്നു. ഏതായാലും ഇനിയുണ്ട് കുറച്ചുകൂടെ കാഴ്ചകൾ. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.